പ്രകൃതി തീർത്ത മഹാ അത്ഭുതം അതാണ് മസായി മാര. ആഫ്രിക്കയിലെ ഇരുണ്ട ഭൂഖണ്ഡത്തിലെ കാഴ്ചയുടെ വജ്രഗോപുരമാണ് മസായി മാര എന്ന് പറയുന്ന ദേശീയ ഉദ്യാനം. ഏതൊരു യാത്രികനും ഒരിക്കലെങ്കിലും ആ സ്ഥലം സന്ദർശിച്ചിരിക്കണം. ഇത് ഗ്രേറ്റ് മൈഗ്രേഷൻ എന്നുള്ള പേരിൽ ലോക അത്ഭുതമാണ്. എന്നിരുന്നാൽ പോലും ഇവിടേക്ക് ഏത് സീസണിലും യാത്ര ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. ഞങ്ങൾ ഒരുക്കുന്ന മസായി മാര ടൂർ പാക്കേജ് എന്ന് പറയുന്നത് 6 രാത്രികളും 7 പകലുകളും നീണ്ടു നിൽക്കുന്ന മഹായാത്രയാണ്. കെനിയയിലെ അതിൻ്റെ തലസ്ഥാന നഗരമായ നെയ്റോബിയിലേക്ക് പറന്നിറങ്ങുകയാണ് ആദ്യം ചെയ്യുന്നത്. കെനിയയ്ക്ക് മറ്റൊരു വലിയ പ്രത്യേകതയുണ്ട്. ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്റർ കടന്നു പോകുന്നത് കെനിയയെ കീറി മുറിച്ചുകൊണ്ടാണ്. ഇതിൻ്റെ ഇടതു ഭാഗത്താണ് അംബോസലി എന്ന് പറയുന്ന ദേശീയോദ്യാനം, വലതുഭാഗത്ത് മസായി മാരയും. നമ്മൾ ആദ്യം പോകുന്നത് അംബോസലിയിലേക്കാണ്. ഇവിടെ പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്ന ഒരു മഹാ അത്ഭുതമുണ്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലുതും എല്ലാവരും നിർബന്ധമായും കണ്ടിരിക്കേണ്ടതുമായ ഒരു പർവ്വത ഗോപുരം, അതായത് കിളിമഞ്ചാരോ പർവ്വതം ഇവിടെയാണ്. ടാൻസാനിയ രാജ്യത്താണ് കിളിമഞ്ചാരോ എങ്കിലും ടാൻസാനിയയിൽ നിന്നുകൊണ്ട് കിളിമഞ്ചാരോയുടെ മഞ്ഞണിഞ്ഞ ഈ തൊപ്പി അഗ്രഭാഗം നമുക്ക് കാണാൻ കഴിയില്ല. അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ അംബോസലിയിലെത്തുക തന്നെ വേണം. അംബോസലിയിലേക്കാണ് ആദ്യ ദിവസത്തെ യാത്ര നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അംബോസലി എന്ന് പറയുന്ന ദേശീയ ഉദ്യാനത്തിൽ കിളിമഞ്ചാരോ പർവ്വതം ബാക്ക്ഗ്രൗണ്ടായി കണ്ടുകൊണ്ടാണ് നമ്മളുടെ അന്നത്തെ ദിവസം നമ്മൾ ചെലവഴിക്കുന്നത്. ഇവിടെ ഏറ്റവും മനോഹരമായ മണലാരണ്യത്തിനു മുകളിൽ പ്രകൃതി തീർത്ത മഹാ അത്ഭുതം പോലെ കുറ്റിക്കാടുകൾ, കാഴ്ചയുടെ ക്യാൻവാസ് അതിമനോഹരമായിട്ട് നീട്ടി നിവർത്തി കിടക്കുന്ന വലിയ ഒരു പനോരമിക് ദൃശ്യം. ഇവിടെ സന്ധ്യാസമയങ്ങളിൽ സൂര്യൻ താഴ്ന്നിറങ്ങുന്ന അതിമനോഹരമായ കാഴ്ച കാണാം. അതിനോട് ചേർന്ന് ജിറാഫുകൾ, ലെപ്പേർഡുകൾ, റൈനോകൾ, ആഫ്രിക്കയുടെ സ്വന്തം ആനകൾ, ഇവയെല്ലാം മേഞ്ഞു നടക്കുന്ന അത്ഭുതകരമായ കാഴ്ച. ഇതാണ് പ്രകൃതി തീർത്ത വിസ്മയം എന്ന് ആദ്യമേ പറഞ്ഞത്. ഇത് അംബോസലിയുടെ മാത്രം കാഴ്ചയാണ്. ഇവിടെ 2 രാത്രി നമ്മൾ തങ്ങുന്നുണ്ട്. ഈ വനാന്തരങ്ങളിൽ ഉള്ളിലൂടെയെല്ലാം, ഈ വനാന്തരങ്ങളിലെ കാഴ്ചകളിലൂടെയെല്ലാം നമ്മൾ സഞ്ചരിക്കുന്നത് അവിടുത്തെ ലാൻഡ് ക്രൂസർ 4x4 വണ്ടിയിലാണ്. ഈ വാഹനത്തിലൂടെ നമ്മൾ ഈ മൃഗങ്ങളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഈ മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഒട്ടും ഭംഗം വരുത്താത്ത വിധത്തിലാണ് നമ്മളുടെ ഗൈഡ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പരിചയസമ്പന്നരായിട്ടുള്ള ആൾക്കാർ നമ്മളെ എത്തിക്കുന്നത്. ഇത് വന്യമൃഗങ്ങളാണെങ്കിൽ പോലും ഇവരുടെ ആക്രമണ സ്വഭാവങ്ങളൊന്നും തന്നെ നമ്മളെ ഒരു രീതിയിലും ബാധിക്കുന്നതല്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാടിനുള്ളിൽ തന്നെയാണ് നമ്മുടെ ഉച്ചഭക്ഷണങ്ങൾ നമുക്ക് നൽകുന്നത്. കാടിനുള്ളിൽ തന്നെയാണ് നമ്മുടെ താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും സംശയിച്ചേക്കാം ഇത് എത്രമാത്രം സുരക്ഷിതമാണ് എന്നുള്ള കാര്യം. യഥാർത്ഥത്തിൽ മസായി മാരയിലെയും അംബോസലിയിലെയും കാഴ്ചകളിൽ ഒരല്പസ്വല്പം സാഹസികത ഇല്ലെങ്കിൽ പിന്നെ ഇവിടേക്ക് യാത്ര ചെയ്തിട്ട് എന്ത് കാര്യം? ബിഗ് 5 എന്നൊരു സംഭവമുണ്ട് ഈ ഭൂമി പ്രപഞ്ചത്തിൽ. വനാന്തരങ്ങളിലെ ഏറ്റവും വലിപ്പമുള്ള മൃഗം, ഏറ്റവും ഉയരമുള്ള മൃഗം, ഏറ്റവും ശക്തിയുള്ള മൃഗം, ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മൃഗം എന്നിവകളെയാണ് നമ്മൾ ബിഗ് 5 എന്ന് പറയുന്നത്. ഇതിനെയെല്ലാം ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഭൂമിയിലെ ഒരേ ഒരു സ്ഥലം അതാണ് മസായി മാര. ബിഗ് 5-ൽ സ്വാഭാവികമായിട്ടും സിംഹം കാട്ടിലെ രാജാവാണ്. വലുപ്പത്തിൽ എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന ആഫ്രിക്കൻ ആനകൾ, വേഗതയിൽ വിസ്മയിപ്പിക്കുന്ന ലെപ്പേർഡുകൾ, ഉയരം കൊണ്ട് വിസ്മയിപ്പിക്കുന്ന ജിറാഫ്, ശരീരത്തിൻ്റെ ഭാരം കൊണ്ട് വിസ്മയിപ്പിക്കുന്ന റൈനോ, ഇവയെല്ലാം മസായി മാര എന്ന് പറയുന്ന മായിക ഭൂമിയിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മളുടെ ടൂർ പാക്കേജിൽ 2 ദിവസം അംബോസലിയിലാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. തുടർന്നുള്ള 2 ദിവസം നമ്മൾ മസായി എന്ന് പറയുന്ന ഈ ഗോത്ര മേഖലയിലാണ്. മസായി എന്ന് പറയുന്നത് ആ ഗോത്രത്തിലെ
വംശജരെയാണ് നമ്മൾ മസായി എന്ന് വിശേഷിപ്പിക്കുന്നത്. മാര എന്ന് പറയുന്നത് അവിടുത്തെ ആ ഗ്രാമഭൂമിയാണ്. യഥാർത്ഥത്തിൽ ഇവിടെയാണ് ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിക്കുന്ന ഗ്രേറ്റ് മൈഗ്രേഷൻ അഥവാ വൈൽഡ് ബീസ്റ്റുകളുടെ 1.5 കോടി വൈൽഡ് ബീസ്റ്റുകൾ 1.5 മാസം നീണ്ടു നിൽക്കുന്ന അതിഭയങ്കരമായ, അല്ലെങ്കിൽ നമ്മളുടെ കണ്ണുകൾക്ക് വിസ്മയം ജനിപ്പിക്കുന്ന ഗ്രേറ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രക്രിയ, ഒരു മൃഗങ്ങളുടെ മസായി പുഴ മറികടക്കുന്ന വിധത്തിലുള്ള മേച്ചിൽ പുറങ്ങൾ താണ്ടിയുള്ള അവരുടെ ഒരു വലിയ ജൈത്രയാത്ര നമുക്ക് കാണാൻ കഴിയും. സാധാരണഗതിയിൽ ജൂലൈ അവസാനം ആരംഭിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ ആദ്യം കാലയളവിലാണ് ഈ ഒരു ഗ്രേറ്റ് മൈഗ്രേഷൻ അവസാനിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഈ ഗ്രേറ്റ് മൈഗ്രേഷന് പുറമെ എല്ലാ സീസണിലും മസായിൽ ഈ മൃഗങ്ങളുടെ ഈ കേദാരഭൂമിയിലെ ഈ വന്യമൃഗങ്ങളെ നമുക്ക് കൺമുന്നിൽ കാണാൻ കഴിയും. തുടർന്നുള്ള ഒരു ദിവസം നമ്മൾ ലേക്ക് നെയ്വാഷ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് കെനിയയിലെ ഏറ്റവും വലിയ ഒരു സ്വാഭാവികമായ തടാകമാണ്. ഈ തടാകക്കരയിൽ നമുക്ക് ആയിരക്കണക്കിന് പക്ഷികളെ കാണാൻ കഴിയും. വിവിധ വിഭാഗത്തിൽപ്പെടുന്ന വ്യത്യസ്തമായ സ്പീഷീസുകളായ ഈ പക്ഷികളിൽ പലതും ദേശാടന കിളികളാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കിലോമീറ്ററുകൾക്കകലെ ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്ത് നിന്ന് സൈബീരിയയിൽ നിന്ന് പോലും പറന്നു വരുന്ന ഫ്ലെമിംഗോ പക്ഷികൾ ഉൾപ്പെടെയുള്ളവയെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഈ ലേക്ക് നെയ്വാഷയിലെ ഒരു ബോട്ട് സവാരി എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ ഒരു യാത്രയുടെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ്. ഇതിനുള്ളിലൂടെ ഈ നെയ്വാഷയിലെ ഒരു ബോട്ട് സവാരി എന്ന് പറയുന്നത്. അതുകൂടാതെ നമ്മുടെ മസായി മാരയിൽ അവിടെ ഹോട്ട് എയർ ബലൂൺ സൗകര്യവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓപ്ഷണലായിട്ട് നമ്മൾ ഒരുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതൊക്കെയും ആസ്വദിക്കാൻ കഴിയും. ഇതിനു പുറമെ നമ്മൾ നെയ്വാഷയിൽ നിന്നും തിരികെ കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബിയിലെത്തി ഒരു ദിവസം നമ്മൾ നെയ്റോബിയിലും ചെലവഴിക്കുന്നുണ്ട്. ഇവിടെയാണ് ഈ പറയുന്ന വന്യമൃഗങ്ങളുടെ മാംസം ലഭിക്കുന്ന ഒട്ടനവധി റെസ്റ്റോറൻറ്റുകൾ നിങ്ങൾക്ക് പരിചയപ്പെടാൻ കഴിയും. അതിൽ പ്രധാനം ഒട്ടകപ്പക്ഷി, മുതല തുടങ്ങിയവയുടെ മാംസം ഇവിടെ പലയിടത്തും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. അപ്പോൾ മസായി മാരയുടെ ഈ ട്രിപ്പിലേക്ക്, ഞങ്ങളുടെ ഈ സീസൺ ട്രിപ്പിലേക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി വിളിക്കേണ്ട നമ്പർ 9666 700 300. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലും ഫോളോ ചെയ്യുക.